ഈസ്, ആർ, വാസ്, വെയർ ഇവ ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസുകളും ഒപ്പം ചോദ്യങ്ങളും ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം ഷീ ഈസ് എ ടീച്ചർ, അവളൊരു ടീച്ചറാണ് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഈ ഷീ ഈസ് എ ടീച്ചർ, അവൾ ഈസ് ആണ് എ ടീച്ചർ, ഒരു അധ്യാപികയാണ്. ഇനി ഈ ഷീ ഈസ് എ ടീച്ചർ എന്നതിനെ അവളൊരു അധ്യാപിക ആണോ എന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഷീ ഈസിലെ ഈസ് ആദ്യം എഴുതുക, എന്നിട്ട് ഒറ്റ സെൻറ്റൻസ് ആക്കി പറഞ്ഞു നോക്കുക. ഈസ് ഷീ എ ടീച്ചർ. ഓക്കെ, ഈസ് ഷീ എ ടീച്ചർ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അവളൊരു ടീച്ചറാണോ? ഓക്കെ, എന്നാൽ അവൾ എന്താണ് അല്ലെങ്കിൽ അവൾ ആരാണ്? ഇവിടെ ജോലിയാകുമ്പോൾ എന്താണ് എന്നാണ് ചോദിക്കേണ്ടത് അല്ലേ? എന്ത് എന്നുള്ളതിന് എന്താണ്? വാട്ടാണ്. വാട്ടാണ് WHAT, വാട്ട് ആണ് എന്ത് എന്നുള്ളതിന്. അപ്പോൾ ഈസ് ഷീ എ ടീച്ചർ, അവളൊരു ടീച്ചറാണോ എന്നതിന് തൊട്ട് മുമ്പിലായി വാട്ടൊന്ന് അടിയൂ. അപ്പോൾ എന്താവും? വാട്ട് ഈസ് ഷീ എ ടീച്ചർ അങ്ങ് കളയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ എക്സസൈസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ് എഴുതി കമൻറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് കോൺവെർസേഷന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പുകളാണ്. ഇപ്പോൾ അവൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ ടീച്ചറാണോ എന്ന് ചോദിക്കാൻ നമ്മൾ സാധാരണയായി ചോദിക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ എക്സസൈസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ എക്സർസൈസുകൾ നന്നായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ പറഞ്ഞ എക്സസൈസിലേക്ക് നോക്കൂ, അടുത്ത് ശ്രദ്ധിക്കൂ. ഈസ് ഷീ എ ടീച്ചറിൽ എന്താണെന്ന് ചോദിക്കും, പിന്നെ ടീച്ചർ ആഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ആ ടീച്ചറിനെ മാറ്റിയിട്ട് ഈസ് ഷീ എന്നത് വെച്ചിട്ട് നിർത്തുന്നു. അപ്പോൾ അവിടെ വാട്ട് ആഡ് ചെയ്യുമ്പം വാട്ട് ഈസ് ഷീ. എന്നാൽ അവൾ ആരാണ് എന്നാണെങ്കിലോ, ആര് എന്നതിന് എന്താണ് ക്വസ്റ്റ്യൻ? ഹൂ ആണ് അല്ലേ? അപ്പം ഹൂ ഈസ് ഷീ. ഹൂ ഈസ് ഷീ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം വരുന്നത് അവരുടെ പേരാണ്. ഷീ ഈസ് രഞ്ജിനി, അല്ലെങ്കിൽ ഷീ ഈസ് രാജി, ഷീ ഈസ് അഖില. ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ്റെ ആരാണോ ആ സംസാരിക്കുന്ന അവരുടെ പേരാണ് നമ്മൾ ഹൂ ഈസ് പറയുന്നത് അല്ലേ? അപ്പോൾ ഈസിൻ്റെ ഫസ്റ്റ് യൂസാണിപ്പോൾ ഈ പറഞ്ഞത്. ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവളൊരു ടീച്ചറാണ്. എന്നാൽ അവളൊരു ടീച്ചറാണോ? ഈസ് ഷീ എ ടീച്ചർ. അവൾ എന്താണ്? വാട്ട് ഈസ് ഷീ. അവൾ ആരാണ്? ഹൂ ഈസ് ഷീ. അവൾ എങ്ങനെയാണ്? എങ്ങനെയെന്നുള്ളതിന് എന്താണ്? ഹൗ ആണ്. HOW, ഹൗ ഈസ് ഷീ. അപ്പോൾ ഒരു കുഞ്ഞ് സെൻറ്റൻസിൽ നിന്ന് നമ്മളിപ്പോൾ എത്ര സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കൂ, അല്ലെങ്കിൽ എത്ര ചോദ്യങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഷീ ഈസ് എ ടീച്ചർ, ഈസ് ഷീ എ ടീച്ചർ, വാട്ട് ഈസ് ഷീ, ഹൂ ഈസ് ഷീ, ഹൗ ഈസ് ഷീ. അവൾ എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈസിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഈസ് ഉപയോഗിച്ച് ഇപ്പം ഞാൻ പറയാണ് ഷീ ഈസ് സ്റ്റഡിയിങ്, ഷീ ഈസ് സ്റ്റഡിയിങ്. ഇല്ലെങ്കിൽ വേണ്ട, ഹി ഈസ് സ്റ്റഡിയിങ്, അല്ലെങ്കിൽ രാജു ഈസ് സ്റ്റഡിയിങ്. ഈ രാജു ഈസ് സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ എന്താണ്? രാജു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജു പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് വരുമ്പോൾ എന്താവും? ഈസ് രാജു സ്റ്റഡിയിങ്, ഈസ് രാജു സ്റ്റഡിയിങ്. എന്നിട്ടോ രാജു എന്താണ് ചെയ്യുന്നത്? എന്ത് എന്നുള്ളതിന് എന്താണ് ചോദിക്കാം? വാട്ട് ഈസ് രാജു സ്റ്റഡിയിങ്. അപ്പോൾ രാജു ഈസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അപ്പോൾ അവിടെ നമ്മൾ ലാസ്റ്റിൽ ഇംഗ്ലീഷ് കൊടുക്കുകയാണെങ്കിൽ രാജു എന്താണ് പഠിക്കുന്നത്, രാജു എന്താണ് ചെയ്യുന്നത് എന്നാകുമ്പോൾ വാട്ട് ഈസ് രാജു ഡൂയിങ്. എന്താണ് പഠിക്കുന്നത് എന്നാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിൽ വാട്ട് ഈസ് രാജു സ്റ്റഡിയിങ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആക്കാൻ പറ്റുന്നത്. അപ്പം ഇത് നമുക്കിനി ആറിലേക്ക് വരൂ. ആർ. ഇപ്പം ഈസ് വരുന്നത് സിംഗുലർ അല്ലെങ്കിൽ ഒരാൾ മാത്രം ഉള്ളപ്പോഴാണല്ലോ ഈസ് വരുന്നത്. എന്നാൽ ആർ വരുന്നതോ, ആർ വരുന്നത് ഒന്നിൽ കൂടുതൽ പേരുള്ളപ്പോൾ അല്ലേ? ഇപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു ഷീ ഈസ് എ ടീച്ചർ എന്നാണ്. അതിന് പകരം നമ്മൾ ദേ ആർ ടീച്ചേഴ്സ്. ദേ ആർ ടീച്ചേഴ്സ്. എന്താണ്? അവർ അധ്യാപകരാണ്. അവർ അധ്യാപകരാണ്. ഈസും ആറും ഒരേ മീനിങ് ആണ്. എന്നാൽ ഈസ് സിംഗുലർ അല്ലെങ്കിൽ ഒരാൾ മാത്രം ഉള്ളപ്പോൾ ചേർക്കുമ്പോൾ ആറാണെങ്കിലോ കുറേ പേരുള്ളിടത്തും യു എന്ന സബ്ജക്റ്റ് വരുമ്പോഴുമാണ് ചേർക്കുന്നത്. ഓക്കെ, അപ്പം ദേ ആർ ടീച്ചേഴ്സ് എന്ന് വരുമ്പോൾ നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അധ്യാപകരാണോ എന്ന് വരുമ്പോൾ എന്തായി? ഷീ ഈസ് എ ടീച്ചർ, അവൾ അധ്യാപികയാണ്. ഈസ് ഷീ എ ടീച്ചർ എന്ന് പറഞ്ഞു.
അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ദേ ആർ ടീച്ചേഴ്സ് എന്നുള്ളത് ആർ ആദ്യം എഴുതുമ്പോൾ ആർ ദേ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണോ? ആർ ദേ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണോ? ഓക്കെ, അപ്പോൾ ഈ അധ്യാപകരാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു അവരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ വാട്ട് ആർ ദേ, അവർ എന്താണ്. അപ്പോൾ നമ്മൾ പറയും ദേ ആർ ടീച്ചേഴ്സ്. അപ്പം ആർ ദേ ടീച്ചേഴ്സിൻ്റെ തുടക്കം ആർ ദേ എന്നുള്ളത് നമ്മൾ എടുക്കുകയാണ്, വാട്ട് ആർ ദേ. എന്നാൽ ഹൂ വെച്ചിട്ടാണെങ്കിലോ, ഹൂ ആർ ദേ, അവർ ആരാണ്? അത് നമ്മുടെ പേരുകളാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് പറയുന്നത് വെച്ചു, എന്നാലും ചോദ്യം ചോദിക്കുകയാണ്. ഇനി അവർ എങ്ങനെയാണ്? ഹൗ ആർ ദേ, ഹൗ ആർ ദേ. ഓക്കെ, അപ്പോൾ ദേ ആർ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണ്. ആർ ദേ ടീച്ചേഴ്സ്, അവർ അധ്യാപകരാണോ? വാട്ട് ആർ ദേ, അവരെന്താണ്? ഹൂ ആർ ദേ, അവർ ആരാണ്? ഹൗ ആർ ദേ, അവരെങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഈസും ആറും വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതേ രീതിയിൽ വാസ് വരുമ്പോഴോ, വാസിലേക്ക് വരുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഷീസ് എ ടീച്ചർ മാറ്റി ഷീ വാസ് എ ടീച്ചർ. വാസ് എന്താണ്? ഈസും ആറും ആണ് എന്നാണെങ്കിൽ വാസും വേറും WERE വേറും എന്താണ്? ആയിരുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ഷീസ് എ ടീച്ചർ എന്നുള്ളത് അവളൊരു ടീച്ചർ ആയിരുന്നു. ഷീ വാസ് എ ടീച്ചർ. അവൾ ടീച്ചർ ആയിരുന്നോ? വാസ് ഷീ എ ടീച്ചർ? ഓക്കെ, അവൾ എന്തായിരുന്നു? വാട്ട് വാസ് ഷീ. പിന്നെ ടീച്ചർ ഇല്ല, വാട്ട് വാസ് ഷീ, അവൾ ആരായിരുന്നു? ഹു വാസ് ഷീ, വാട്ട് വാസ് ഷീ, ഹു വാസ് ഷീ. അടുത്തത് അവൾ എങ്ങനെയായിരുന്നു? ഹൗ വാസ് ഷീ, ഹൗ വാസ് ഷീ. ഓക്കെ, ഇത് തന്നെയാണ് ഷീ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് വരുമ്പോഴും. ഷീ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ് ആണെങ്കിൽ അവൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നോ? വാസ് ഷീ ടീച്ചിങ് ഇംഗ്ലീഷ്, അവൾ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? വാട്ട് വാസ് ഷീ ടീച്ചിങ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് വാസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. എന്നാൽ വേർ, WEREയിലേക്ക് വരൂ. മുമ്പേ പറഞ്ഞ ദേ ആർ ടീച്ചേഴ്സിനെ ഒന്ന് മാറ്റൂ. അപ്പം ഈസിൻ്റെ പാസ്റ്റ് അല്ലെങ്കിൽ ഈസ് ആണ് എന്നതിൻ്റെ പാസ്റ്റാണ് വാസ്. ആർ എന്നതിൻ്റെ പാസ്റ്റാണ് WERE വേർ. അപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്. ഷീ വാസ് എ ടീച്ചർ നമ്മൾ പറഞ്ഞു. ദേ ആർ ടീച്ചേഴ്സ് എന്നുള്ളതിനെ നമ്മൾ മാറ്റി വേർ ആയിരുന്നു എന്നാക്കുമ്പോൾ ദേ വെയർ ടീച്ചേഴ്സ്. ദേ വെയർ ടീച്ചേഴ്സ് എന്നുള്ളതിനെ നമുക്ക് അവർ ടീച്ചേഴ്സ് ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വെയർ ദേ ടീച്ചേഴ്സ്, വെയർ ദേ ടീച്ചേഴ്സ്. ഓക്കെ ആണോ? വീണ്ടും ആ ദേ വെയർ ടീച്ചേഴ്സ്, വെയർ ദേ ടീച്ചേഴ്സ് ആണെങ്കിൽ അവർ എന്തായിരുന്നു? വാട്ട് വെയർ ദേ, വാട്ട് വെയർ ദേ. എന്നാൽ അവർ ആരായിരുന്നു? ഹു വെയർ ദേ, അവർ എങ്ങനെയായിരുന്നു? ഹൗ വെയർ ദേ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈസ്, ആർ, വെയർ, വാസ്, വെയർ ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്കൊരു എക്സസൈസാണ് ചെയ്യേണ്ടത്. ആ എക്സസൈസ് നന്നായി നിങ്ങളതിൻ്റെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്കത് ഇവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, എക്സസൈസ് നമ്പർ 1 ആണ്. അവൻ്റെ അമ്മ ഒരു നേഴ്സാണ്. അവൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഹിസ് മദറാണ്. അവൻ്റെ അമ്മ ഒരു നേഴ്സാണ്. ഓക്കെ, നിൻ്റെ ചേച്ചി ഒരു ഡോക്ടറാണോ? നിൻ്റെ ചേച്ചി ഒരു ഡോക്ടറാണോ? അവൻ എന്താണ്? അവൻ എന്താണ്? അവർ ആരാണ്? അവർ ആരാണ്? അവർ മനോഹരമായൊരു ചിത്രം വരയ്ക്കുകയായിരുന്നു. ബ്യൂട്ടിഫുൾ പിക്ചർ, വലിയ ഇതൊന്നുമില്ല. അവർ മനോഹരമായൊരു ചിത്രം വരയ്ക്കുകയായിരുന്നു. ഓക്കെ, അവൾ ഇന്നലെ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവർ എന്ത് ചെയ്യുകയായിരുന്നു? അവർ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക, മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.